അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണല്ലോ പുണ്യനബിയുടെ ജന്മം. അതിനേക്കാളും വലിയൊരു നിഅമത്തില്ല. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അതിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 1 മുതൽ ഇന്നീ സെക്കൻഡ് വരെ നമ്മൾ നബിയെ മദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള ദിനങ്ങളും നമ്മൾ മദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇന്നൊക്കെയായി മിനിഞ്ഞാന്നൊക്കെയായി 12 നമ്മൾ ശരിക്കും സമുചിതമായി ആഘോഷിച്ചു. ഹബീബാനിയുടെ 1500ാമത്തെ ജന്മദിനാഘോഷം ഒരു വല്ലാത്തൊരു ആഘോഷമാണ്. ലോകമെങ്ങും അലയടികൾ കേട്ടു, ദർശിച്ചു, ആനന്ദം കൊണ്ടു. ജാതിഭേദമെന്നെ എല്ലാവരും അതിൽ പങ്കുചേർന്നു, ആഹ്ലാദിച്ചു. ഇതുവരെ മുസ്ലിം എന്താണ്, നബി എന്താണെന്ന് ആക്ഷേപിച്ചവർക്കൊക്കെ മറുപടിയായി ലോകം അതിന് ഘോഷയാത്രയിലൂടെയും ദഫുകളുടെയും സ്കൗട്ടിലൂടെയും വിവിധ കലാപരിപാടികളിലൂടെ ലോകം കാണിച്ചു കൊടുത്തു. വിവിധ രാജ്യങ്ങളിലൂടെ വിദ്യാർത്ഥികാർ പോലും നാവടക്കി മൂക്കത്ത് കൈവച്ച് അന്തം വിട്ട് മൂർധാവിൽ കൈവച്ച് അന്താളിച്ചു പോയി. അത്രത്തോളം മഹത്തായൊരു പിറവിയിലൂടെയാണ് ഇന്ന് നമ്മൾ 2025 കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനോടനുബന്ധിച്ച് നൂർ മുഹമ്മദ് എന്നൊരു ഗ്രൂപ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കി 6ഓളം ക്ലാസ് വന്നു. ഇൻഷാ അല്ലാഹ് 7ാമത്തെ ക്ലാസ് ഇതായി വിടാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും അത് ശ്രവിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട് എന്നും ഒരു പ്രതീക്ഷയോടെ, അങ്ങനെ ഉണ്ടെന്ന് ചില ആളുകൾ PM-ൽ വന്ന് പറയുന്നുമുണ്ട്. അൽഹംദുലില്ലാഹ്. പിന്നെ ഇപ്പോൾ ഈ നബിദിന തിരക്കായതുകൊണ്ട് 1 ആഴ്ച 2 ആഴ്ച ഒക്കെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദിനമായതുകൊണ്ട് തന്നെ അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദന്മാർക്ക് സമയമില്ലാത്തതുകൊണ്ട് നോക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയാം. അതിന്റെ ഇടയിൽ ചില ആളുകൾ ലെഫ്റ്റ് അടിച്ചു പോകുന്നുണ്ട്. അവർ പോവട്ടെ. അവർ പക്ഷേ എല്ലാം കൊണ്ട് മനസ്സിലാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ ഇത് ശ്രവിക്കാൻ സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വിനീതന്റെ ക്ലാസ് പിടിച്ചിട്ടില്ല എന്നതുകൊണ്ടായിരിക്കാം. ഏതായാലും എനിക്ക് വിരോധമില്ല. ഞാൻ ഈ ഗ്രൂപ്പിൽ പറഞ്ഞതുപോലെ തന്നെ പറയട്ടെ. അടിച്ചു പോകുന്നവർ അങ്ങനെ അടിച്ചു പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല, ദ്വാരന്നാ മതി. അള്ളാഹു എല്ലാം ഖൈർ നൽകട്ടെ. ഇതിൽ ഒരു കുട്ടിയുള്ളൂ എങ്കിൽ അത് താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇൽമേല ഞാൻ പറഞ്ഞു കൊടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം മുത്തുനബി തങ്ങളുടെ നാമമാണ്. എത്ര നാമമുണ്ട് നബിക്ക്? അതിൽ പ്രധാനപ്പെട്ട നാമങ്ങൾ എന്തൊക്കെയാണ്? മുൻ വേദങ്ങളിലൂടെ എന്താണ് പരിചയപ്പെടുത്തിയത്? നമുക്ക് അതിനെ ഒന്ന് പരിധി നോക്കാം. അതിന് ഞാൻ മാനദണ്ഡമാക്കി വെച്ച കിതാബുകൾ ശറഹുൽ ഹംസിയ്യ, ശറഹുൽ ബുറൂദ, സിറത്തുൽ ഹലബി, നിഅമത്തുൽ കുബ്ര, ഇബ്തിആഉൽ വസൂൽ, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഒക്കെ മഹാരഥന്മാർ എഴുതി തന്നെയാണല്ലോ. അതിൽ കൂടുതലും ഇബ്നു അൽ ഹൈതമി തങ്ങൾ ഉണ്ടാക്കിയ കിതാബുകൾ തന്നെയാണ്. അതാണ് ഞാൻ ചർച്ചകൾക്കുന്ന സാധാരണ ഈ വിഷയത്തിൽ. അതുകൊണ്ട് ഇത്തരം കിതാബുകൾ കയ്യിലുള്ളവർ ഞാൻ ഈ പറയുന്ന വിഷയഭാഗങ്ങൾ മറിച്ചു നോക്കി ഗ്രഹിക്കുകയാണ് വളരെ ഉപകാരപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ ഒന്നുകൂടി വളർത്തുകയാണ്. കാരണം ഇതുപോലെയുള്ള ഒരു നബിദിനം ഇതുവരെ ലോകത്ത് കഴിഞ്ഞിട്ടില്ല. ജനപങ്കാളിത്തം കൊണ്ടും നിബിഡമായിരുന്നു നമ്മുടെ ഓരോ റാലികളും വേദികളും. അത്രത്തോളമായി മാറി. അപ്പൊ നബിനെ കുറിച്ച് പഠിച്ചു. നബി ആരാണെന്ന് പഠിക്കാൻ തന്നെ തുനിഞ്ഞു. അതിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ ക്ലാസ്. അങ്ങനെ ആവട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഉണ്ടാക്കിയ കിതാബില്ലേ മങ്കൂസ്, ഷറഫുലന മങ്കൂസ്, ജാലമായൂദ്, ഇങ്ങനെ പല മൗലിദ് കിതാബ് ഉണ്ടെങ്കിലും കൂടുതലും പ്രചാരത്തിൽ നടത്തുന്നത് മങ്കൂസും അത് കഴിഞ്ഞാൽ ഷറഫുലനമാണ്. ആ മങ്കൂസിൽ കാണുന്ന ഹദീസുകളും ബെയ്ത്തുകളൊക്കെ തെളിവുള്ളതുമാണ്. അതും ഞാനിവിടെ ചർച്ചക്കിടുന്നു. മങ്കൂസ് വയ്ക്കാൻ ഞാൻ പോകുന്നത് തന്നെ അതിലുള്ള ഓരോ വരികളും അതിലുള്ള ഓരോ വാക്യം എടുത്തിട്ടാണ് ഞാൻ ചർച്ചക്കിടുന്നത്. എന്തിന് ഉസ്താദന്മാർക്കത് അറിയണം, ഉസ്താദന്മാരെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒബിൽ മങ്കൂസി, മങ്കൂസ് എന്ന് പറഞ്ഞ കിതാബിൽ കാണാനോ ഓ സമ്മാഹു മുഹമ്മദ ഫസ്റ്റ് കാണാം. വേറെ സ്ഥലത്ത് കാണുന്നത് ആമിന ബിബിയോട് പറഞ്ഞു സമ്മീഹി മുഹമ്മദൻ. വേറെ 3ാമത്തെ സ്ഥലത്ത് പറഞ്ഞത് ഖാലു യാ അബ്ദൽ മുത്തലിബ് മാ സമ്മൈത ബിനക ഖാല സമ്മൈതു മുഹമ്മദൻ ഫഖാലു ഖദ് റഗബത അൻ അസ്മാഇ ആബായിക
ഖാല അറത്തു അൻ യഹ്മദഹു മൻ അൽ അബ്റാർ. ഇങ്ങനെ 3 സ്ഥലത്ത് നബിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് മങ്കൂസ് മൗലവി. അതിന് അടിസ്ഥാനങ്ങളുണ്ട്. ആദ്യം പറഞ്ഞത് അല്ലാഹു തആല സുബ്ഹാനല്ലാഹ് തുടങ്ങുകയാണല്ലോ. അതിൽ കാണാം അല്ലാഹു തആല മുഹമ്മദ് എന്ന് നബിക്ക് പേര് വെച്ചു. രണ്ടാമത്തേടത്ത് സ്വപ്നത്തിലൂടെ വന്ന് ആമിനാവിന്റെ അടുത്ത് ഓരോരുത്തരും വന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന കൂട്ടത്തിൽ ആ കുട്ടിക്ക് ജനിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് പേരിടണേ എന്ന് പറഞ്ഞു കൊടുത്തു. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിച്ച് നബിയുടെ പിതാമഹൻ 7-ാം ദിനത്തിൽ അഖീഖത്തർത്ത് ആ കുട്ടിക്ക് പേര് വിളിച്ചു മുഹമ്മദ് എന്ന്. ഭക്ഷണം എല്ലാം കഴിച്ച് റെഡിയായി അവിടെ കൂടിയവരെല്ലാം കുടുംബങ്ങളൊക്കെ കൂടി. അബ്ദുൽ മുത്തലിബ് തങ്ങളോട് ചോദിച്ചു, നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾ എന്താണ് പേരിട്ടെന്ന് ചോദിച്ചു. മാ സമ്മയിത്തബിനൊക്കെ എന്താ കുട്ടിക്ക് പേരിട്ടെന്ന്. അപ്പൊ അന്നേ ഉണ്ട് 7 കഴിക്കാന്നൊക്കെ അർത്ഥിട്ട് കുട്ടിക്ക് പേരിടാതില്ല പരിപാടി മുമ്പേ ഉണ്ട്. പേരെന്താന്ന് ഇട്ടപ്പോ കാല സമ്മയിത്തു മുഹമ്മദൻ, ഞാൻ കുട്ടിക്ക് മുഹമ്മദ് പേരിട്ടിട്ടുണ്ട്. അപ്പൊ കാലു അപ്പൊ കുടുംബക്കാരെല്ലാരും ചോദിക്കുകയാണ്, കത് റഹിബത്ത അസ്മായി ആബായിക്ക, നിങ്ങളെ പിതാമഹാന്മാരുടെ പേര് എത്ര ഉണ്ട്, അതൊക്കെ ഒഴിവാക്കി പുതിയൊരു പേര് അതെന്തെങ്കിലും ആഗ്രഹിച്ചെന്ന് ചോദിച്ചു. അപ്പോ കാല മുബരെ കൊടുത്ത മറുപടി അറത്തു അൻ യഹ്മദഹു മൻ അൽ അബ്റാർ, ഭൂമുഖത്തുള്ള എല്ലാവരും എന്റെ മോനെ ഒന്ന് പുകഴ്ത്തണം, സ്തുതിച്ച് പാടണം. അതെന്നെ പേരിന്റെ അർത്ഥം. മുഹമ്മദ് വാഴ്ത്തപ്പെട്ടാണ് എന്ന് പറഞ്ഞ വാഴ്ത്തല. ഈ ലോകമുണ്ടാവുന്ന അന്ന് തുടങ്ങിയ വാഴ്ത്തൽ ഇന്ന് വരെ നിറച്ചിട്ടില്ല, അവസാനം വരെ ഉണ്ടാവും. മായ്സറിലും അങ്ങനെ തന്നെ. ഇങ്ങനെ വാഴ്ത്തപ്പെട്ട നബി എന്നാണ്. അതിനാ മുഹമ്മദ് നാമകരണം ചെയ്തെന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ഏന്ന് അവിടെ കൂടിയ ആളുകളോടൊക്കെ ചോദിച്ചു മറുപടിയും കൊടുത്തു. അപ്പൊ മങ്കൂസ് മൗലിദ് 3 സ്ഥലത്തും 3 ഹദീസിലും കാണാം മുഹമ്മദൻ മുഹമ്മദൻ എന്ന്. ഇതൊരു പ്രത്യേക പേര് തന്നെയാണല്ലോ, അത് സ്ഥാനം ഉണ്ടല്ലോ, അറിയണ്ടേ, നമുക്ക് അറിയണം. അവിടെ വെഴുത്തെ കുറിച്ച് എല്ലാറുണ്ടല്ലോ. എന്ത് മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി സല്ലല്ലാ അലൈഹി അല്ലാഹു മാ അശ്റഖത് ശംസുൽഹുഹാ ഫീ ദാലിക സഅദി. നമ്മളൊക്കെ ചിലതാണത്. മുഹമ്മദൻ മുഹമ്മദ് എന്ന് സമ്മൗ അവര് പേരിട്ടു നബിയൽ ഹുദാ, സന്മാർഗത്തിന്റെ പ്രവാചകന് പേരിട്ടു മുഹമ്മദൻ എന്ന്. വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി, വാഴ്ത്തിപ്പടെ പറയലുകൊണ്ടും പുകഴ്ത്തലുകൊണ്ടും ഏറ്റവും അർഹനായ ജനകൂട്ടത്തിന്റെ നബിയാണ്. സല്ലല്ലാ അലൈഹി അല്ലാഹു മാ അശ്റഖത ശംസുൽഹുഹാ ഫീ ദാലിക സഅദി. ആ ഒരു സായതിൽ സൂര്യൻ പ്രഭ നിൽക്കും കാലത്തോളം അള്ളാഹു ആ നബിക്ക് മേൽ സ്വലാത്ത് ചെല്ലട്ടെ, ഗുണം ചെയ്യട്ടെ എന്നായ അർത്ഥം. അപ്പൊ അതിലുണ്ട്. ഇനി അതിനെ ആസ്പദപ്പെടുത്തിയിട്ട് ഇതിനെന്ത് തെളിവും ചോദിച്ചാൽ ആരും അടങ്ങാറാവണ്ട. ജൈനതി മഹദൂം ഉണ്ടാക്കിയത് മൗര്യമാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൽക്ക് പൈസ ഇട്ടാൻ വേണ്ടി ഒരു വാറോലുണ്ടാക്കി തന്നെ ബിരുദത്തേര് പറയാം. അതൊക്കെ കഴിഞ്ഞിക്കണ്. അതൊക്കെ ഏറ്റവും വലിയ കറാമത്ത് തന്നെയാണ്. അതൊക്കെ ഒരു നബിനെ തന്നെ ഇല്ലാതാക്കാളെ പരിപാടി നോക്കുന്നുണ്ട്. പോട്ടെ, നോഴുതില്ല. അതിനൊക്കെ ഭാഗ്യം നൽകി ഹിദായത്ത് നൽകി സുന്നത്ത് ജമാഅത്തിന്റെ അഹലികാരായി നമ്മൾ ജയിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളല്ല മരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ആവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇല്ല, നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞോളേ. നീ അറിയുന്നതാണ് അതിന്റെ അർത്ഥം വെച്ചതെങ്കിലും ഇതിലുള്ള മഹാന്മാരൊക്കെ മഹാന്മാരല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾ ആദരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും അറിയും. എന്ത് അന്നബിനൽ അറബി അൽ മാലിക്കി, മാലിക്കി മദ്ഹബുകാരനായിരിക്കുന്ന ഇബ്നുൽ അറബി തങ്ങള് ഫിൽ അഹ്വദി ഷറഹി തുർമദി, തുർമദി ഇമാം ഉണ്ടാക്കിയ കിതാബുള്ള തുർമദി ഹദീസിന്റെ കിതാബ്, അതിന് ഷറഹുണ്ട് അഹ്വദ്. അതിൽ ഈ പറഞ്ഞ ഇബ്നുൽ അറബിൽ മാലിക്കി മദ്ഹബുകാരൻ പറയുന്നു ഹക അൻ ബഅദിഹിം, അല്ലെങ്കിൽ ഹുക്കി അൻ ബഅദിഹിം, ചില ആളുകളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഉദ്ധരിക്കപ്പെട്ട് കാണുന്നത്? അന്നലില്ലാഹി തആല അൽഫ ഇസ്മിൻ, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഫ ഇസ്മിൻ. അല്ലാഹു തആലാക്ക് എത്ര 1000 നാമങ്ങളുണ്ട്. അതേ 1000 നാമങ്ങൾ നബിക്കുണ്ട്. അതാണ് അള്ളി റസൂലും പടച്ചവൻ എന്നതിനെ മാറ്റുള്ളൂ. ഇലാഹ് അല്ലാതിനൊക്കെ ഒന്ന് തന്നെയല്ലേ. അങ്ങനെയാണ്. അപ്പോ അള്ളാഹ്ക്കുണ്ട് 1000 പേര്, നബിക്കുണ്ട് 1000 പേര്. എന്നിട്ട് പറയുന്നു സുമ്മ ദക്കറമിന്ന അല തഫ്സീലി നൈഫും. അതിൽ വിശദമായിട്ട് ഈ 1000 പേരിൽ നിന്ന്
മൂപ്പര് പറഞ്ഞു തന്നത് എത്രയറിയോ? ഒരു അറിവിച്ചില്ലാനും പേരുകളാണ് എന്ന് പറയുന്നു. എന്നിട്ട് മൂപ്പര് പറയുന്നു കാൽ ഹലബിയു, ഹലബി ഇമാം പറഞ്ഞിട്ടുള്ളത്, ഹലബി തങ്ങൾ പറഞ്ഞത് എന്താ അറിയോ? വലഖദ് റഅയ്തു മുജല്ലദൈനി ഫിൽ ഖാഹിറ, ഖാഹിറയിൽ 2 ജിൽദ് ഉള്ള കിതാബ്, 2 ജിൽദ് ഉള്ള കിതാബ് ഞാൻ കണ്ടു. അങ്ങനെ 2 വാല്യം ഇങ്ങോട്ടാ മുസന്നവൻ, അതില് രചിക്കപ്പെട്ടവൻ കണ്ടു. യുഖാലുഹു, അതിന് പേര് പറയപ്പെടുക അൽ മുസ്തഫ ബി അസ്മാഇ മുസ്തഫ എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ മുജല്ലദില്. അങ്ങനെ ഖാഹിറ ഇത് കണ്ടു. ആർക്കുള്ള കിതാബാണ്? ഇബ്നു ദഹിയ, ഇബ്നു ദഹിയത്തിൽ ഹാഫിദ് എന്ന് പറയുന്ന ആൾക്കുള്ളതാണ്. ജമഅ ബിഹി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൗഖ 300. മൂപ്പര് അതിൽ കൊടുത്തത് എത്ര അറിയാം? 300 മേലെയാണ്. വകാന ശൈഖു മശായിഖന സുയൂത്തി, നമ്മുടെ മശായിഖന്മാർ ശൈഖായ സുയൂത്തി ഇമാമ് ഇഖ്തസറ, മൂപ്പർ അതിനെ ചുരുക്കിയിട്ട് കുറച്ച് ഖുറാസിലാക്കി കൊണ്ടുവന്നു. എന്നിട്ട് മൂപ്പർ അതിന് പേര് വെച്ചത് ബിൽ ബഹജത്തിൽ ബഹിയ എന്നാണ് ഹലബിയിൽ കാണുന്നത്. പക്ഷേ ഇബ്തിയാഉൽ ഉസൂലിൽ കാണുന്നത് ബിൽ ബഹജത്ത് സുന്നിയ എന്ന് കാണാം. നോട്ടെ, ബിൽ അസ്മാഇ നബവിയ എന്ന കിതാബിന് കൊടുത്തു. മുഖ്തസറത്തു മിന്ന, ഞാൻ അതിൽ നിന്ന് എന്താ ചുരുക്കിയിട്ടത്ര ഒരു 99 പേരാക്കി കൊണ്ടുവന്നു. വിഫ്ക അലി അസ്മാഇല്ലാഹിൽ ഹുസ്ന, അല്ലാഹു തആലക്ക് അസ്മാഉൽ ഹുസ്ന 99 അതനുസരിച്ച് കൊണ്ടുവന്നു. അസാബിയത്തി അൽ മറദിയത്തി, തൃപ്തിപ്പെടുന്ന സ്ഥിരപ്പെട്ട പേരത്രയേ ഉള്ളൂ, 99. കാരണം അങ്ങനെ പറയാൻ കാരണം ഇത് കാല ഇബ്നു ഫാരിസ്, ഇബ്നു ഫാരിസ് പറയുന്നു ഹിയ അൽഫാനി വൈസറൂന എന്നാണ്. അസ്മാഉൽ ഹുസ്നയുടെ അബ്ജദ് കണക്കിലെടുത്താൽ 1200 വരുന്നു. ആ 1200 കണക്ക് വരുമ്പോ 99 പേരിലെത്തും. ആ 99 പേര് കണക്കാക്കി എടുത്തിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. മൂപ്പര് പറയുന്നു ഇത്രോളം പേര് ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഒവര് ജുംലത്തി, ആകെ തുക പറഞ്ഞാൽ എന്താ പറയാറോ? കസറത്തുൽ അസ്മാഇ തദുല്ലു അലാ ശറഫിൽ മുസമ്മ അൽ മുശ്തിറത്തി ബി കസറത്തിൻ നുഅൂത്തി വൽ ഔസാദിന. മൊത്തത്തിൽ പറഞ്ഞാല് പേരുകൾ അധികരിച്ചു വരിക എന്നുള്ളത് അറിയിക്കുന്നുണ്ട് ആ ദാത്ത് വളരെ ശ്രേഷ്ഠമായതാണ് എന്ന്. എങ്ങനത്തെ അസ്മാകള്? അൽ മുസ്തിറത്തി ബി കസറത്തിൻ നുഅൂത്തി വൽ ഔസാദി, വിശേഷണങ്ങളും സവിശേഷതകളെ അധികരിക്കും തോറും അങ്ങനെ അറിയിക്കുന്നത് എന്താ? മുസമ്മാക്ക് വലിയ സ്ഥാനമുണ്ട്. ഇത്രയും പേരൊരാൾക്ക് വരണമെങ്കിൽ ആ മഹത്തായ പേരെത്രയായിരിക്കണം, ആ തടി എത്ര ഉന്നതമായിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ ഉദ്ധരിച്ചത് നസീമുർ റിയാദ് എന്ന് പറയുന്ന ശിഫാഉ സഖാവിന് എന്തുണ്ട് റിക്സ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് 380 പേജിൽ കാണാം, 1-ാം വാല്യത്തിൽ അത് കാണും. പിന്നെ ഇബ്തിയാഉൽ ഉസൂൽ പരിശോധിച്ച 32 ഇത് കാണാൻ കഴിയും. ഇനി ഇഹ്യാഉലുമിന്റെ മറ്റുള്ള കിതാബാണല്ലോ അവാരിഫുൽ മആരിഫ് എന്ന കിതാബ്. അപ്പൊ ഈ അവാരിഫുൽ മആരിഫിൽ കാണാം കാല ബഅദുഹും, ചില പണ്ഡിതർ പറയുന്നു ഫമിൻ അജല്ലി അസ്മാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅഅ്ളമിഹാ മുതാബഖത്തൽ മുസമ്മ വഅഹഖിഹാ ബിതഖ്ദീമി, മുന്തിക്കൽ കൊണ്ട് ഏറ്റവും യോജിച്ചതും മുസമ്മയോട് യോജിച്ച നിലയിൽ ഏറ്റവും വല്യമായ പുണ്യമായ പേര് മാതബത്തബിൽ ഖുർആൻ അലി, വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ സ്ഥിരപ്പെട്ട ഒന്നാണ്. എന്താണ്? ഇസ്മുഹു മുഹമ്മദ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും നല്ല പേര്. അതുകൊണ്ടാണ് വിധങ്ങൾക്ക് തെരഞ്ഞെടുത്തത് മനസ്സിലാക്കാം. ഹുഫാദി അലി ഇബ്നു അഹ്മദ് റീലി എന്ന് പറയുന്ന തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ആ ബിസ്സമഇ അഹ്മദ്, വാനവലോകത്ത് നബിക്ക് വിളിക്കപ്പെടുന്നത് അഹമ്മദി എന്നാണ്. ഒവിൽ അർലി, ഭൂമി ലോകത്ത് വിളിക്കപ്പെടുന്ന നാമം മുഹമ്മദ്, മുഹമ്മദി എന്നാണ്. ഒവിൽ ഇഞ്ചീലി, ഇഞ്ചീൽ എന്ന് പറയുന്ന കിതാബിൽ അഹമ്മദ് എന്ന് കാണാം. ഒബിൽ തൗറാത്തി അബുൽ ഖാസിം എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ പല നാമങ്ങൾ പല ഗ്രന്ഥങ്ങളിലൂടെ മുൻവേദങ്ങളിലൂടെയും പേര് നൽകപ്പെട്ട വിശുദ്ധമായിരിക്കുന്ന കുറെ മുഹമ്മദ് എന്ന് കൊടുത്തു. ആ പേരാണ് ഏറ്റവും മുഖ്യമായതെന്ന് മനസ്സിലായത്. ഇത് ഇബ്തിയാഉൽ ഉസൂൽ 32-33 പേജുകൾ മറിച്ചാൽ കിട്ടും. വഫീ റിവായത്തി മുഹമ്മദ് ബിൻ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു അൻ നബിഹി, മഹാനവറുകളുടെ റിപ്പോർട്ടിൽ കാണാം വഖദ് സമ്മാഹു അല്ലാഹു തആല ഫീ കിതാബിഹി, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നബിക്ക് വെച്ച പേര് മുഹമ്മദൻ എന്നാണ്. അത് ഖുർആൻ ഓതാല ആയത്ത് ബിഖൗലിഹി തആല വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുള്ളാഹ്
وقال ما كان محمد أبا أحد من رجالكم നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെയും പിതാവല്ല നബി. അവിടെ മുഹമ്മദ് പേര് കൊടുത്തത്. മുഹമ്മദ് അള്ളാഹുവിന്റെ തിരുദൂതരല്ലാതല്ല, അവിടെ മുഹമ്മദ് കൊടുത്തു. വിശുദ്ധ ഖുർആനിലെ പേര് അങ്ങനെയാണ്. ഇത് അഹമ്മദി എന്ന് പറഞ്ഞിട്ടുണ്ട്. നബിക്ക് പേര് അഹമ്മദ് എന്നുണ്ട്. അതെവിടെ? ഈ ഖൗലിഹി തആല, അള്ളാഹിന്റെ വാക്കുകൊണ്ട് തന്നെ ഇക്കായത്തൻ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് പറഞ്ഞതെന്താ? ഞാൻ അവസാനത്തെ പ്രവാചകനൊന്നും അല്ല, എന്റെ പിറകിൽ ഒരു നബി വരാനുണ്ട്, റസൂല്. ആ റസൂലിന്റെ പേര് അഹമ്മദ് എന്നാകുന്നു. മൂപ്പര് ഇഞ്ചിയിൽ പറഞ്ഞത് അങ്ങനെയാണ്. അത് ഖുർആനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇഞ്ചിയിൽ അഹമ്മദ് എന്നായിരുന്നു. ഇത് വിശ്വസിക്കാതെ തള്ളി പറഞ്ഞത് കൊണ്ടല്ലേ ക്രിസ്ത്യാനി കാഫിറായത്. ഈ ഉദ്ധരണി നസീമുർ റിയാദ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ കിതാബ് 381 കാണും. لا يخفى أن جميع أسماء صلى الله عليه وسلم مشتقة من صفات قامت به توجب له المدح والكمال. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണതയെയും അതുപോലെ വാഴ്ത്തലിനെയും നിർബന്ധമാക്കുന്ന റസൂലുള്ളാഹിന്റെ ദാത്തിൽ നിൽക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അത്തരം ഗുണങ്ങൾ പിടിക്കപ്പെട്ടതാണ് അള്ളാഹുവിന്റെ പേര് നബിന്റെ പേര് മുഴുവനും എന്ന. എന്തൊരു വിശേഷം അതിലുണ്ടോ ആ വിശേഷത്തിനനുസരിച്ച് പേര് ലഭിക്കുന്നുണ്ട് എന്നർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ടുത്തരണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ലമ്മാ ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ നബി തങ്ങൾക്ക് ജന്മം നൽകപ്പെടുകയും അങ്ങനെ എന്തിനേറെ പറയുന്നു, അഖാൻഹു അഥവാ അയ്യോസാബിയും ഒരു കൂറ്റനാടിനെ കൊടുന്നുകൊണ്ട് പ്രസവിച്ച് എഴുന്നെന്ന് നബി തങ്ങളെ തൊട്ട് അഖീഖത്തർത്തു. ആരെ? വല്ലിപ്പ അബ്ദുൽ മുത്തലിബ്. സമ്മാഹു മുഹമ്മദൻ, അവർ തന്നെ പേരും വെച്ചു, മുഹമ്മദ് എന്ന് പേര് വെച്ചു. നേരത്തെ മങ്കൂസ് മൗലിദ് പറഞ്ഞില്ലേ, അതിന്റെ ബാക്കി ഭാഗം കൂടുതലുണ്ട്, അത് ഞാൻ പറയാണ്. യാ അബുൽ ഹാരിസ് മാ അമലക അലാ അൻ തുസമ്മിയഹു മുഹമ്മദൻ, മുഹമ്മദ് എന്നൊരു നാമകരണം കുട്ടിക്ക് നൽകാൻ തങ്ങളെ പ്രേരിപ്പിച്ചതാണ് അബൂ ഹാരിസ് എന്നവർ ചോദിക്കപ്പെടുകയുണ്ടായി. വലം തുസമ്മിഹി ബി അസ്മാഇ ആബാഇഹി, താങ്കൾ എന്തുകൊണ്ട് കുട്ടിന്റെ പിതാക്കന്മാരെ പേരിട്ടില്ല എന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ വേറെ ലഫ്ള് കാണാം, വലൈസ മിൻ അസ്മാഇ ആബായിക വലാ ഖൗമിക, നിങ്ങളെ സമുദായത്തിന്റെ പിതാക്കന്മാരുടെ പേരിൽപ്പെട്ട പേരല്ല പേര്, പിന്നെന്തിനാ പേരിട്ടത് നീ ചോദിച്ചു. താല അറത്തു അൻ യഹ്മദഹുല്ലാഹ് ഫിസ്സമായി വയഹ്മദുഹു الناس ഫിൽ അർദ്, ഭൂമിലോകത്ത് വെച്ച് അള്ളാഹു അല ജനങ്ങൾ നബിയെ പുകഴ്ത്തണം, വാനവലോകത്തില് അള്ളാഹ് നബിയെ പുകഴ്ത്തണം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് പറ്റുന്ന പദമാണ് മുഹമ്മദ് എന്ന പദം. അപ്പൊ ഹംദിന്റെ പരിപൂർണതയും നബിയിലുണ്ട്. അപ്പൊ മുഹമ്മദ് പേരിട്ടു, അല്ലെങ്കിൽ അഹമ്മദ് പേരിടാം. അഖൂലു, ആര് പറയാന്നറിയോ? സീറത്തുൽ അലവിയുടെ മുസല്ലിഫാണ് പറയുന്നത്. വഹാദാ ഹുവൽ മുവാഫിഖു ലിമസ്തഹറ അന്ന ജദ്ദഹു സമാ മുഹമ്മദൻ എന്ന് പേരിട്ടു. മുഹമ്മദ് എന്നാണ് പിതാമകൻ നബിക്ക് പേരിട്ടു. അത് പ്രചാരത്തിലുള്ളതാണ്. എങ്ങനെ പേരിട്ടു? ബി ഇൽഹാദിൻ അല്ലാഹി തആല, അല്ലാഹു തആലയുടെ ഭാഗത്ത് അങ്ങനെ തോന്നിപ്പിച്ചു കൊടുത്തു. തഫാഉലൻ, അത് ശുഭലക്ഷണമായിട്ട്. എങ്ങനെ? ബി അയ്യുസറ ഹംദുൽ ഖൽഖി ലഹു ലികസറത്തി ഖിസാലി ഹമീദത്തില്ലത്തി യുഹമ്മദു അലൈഹ, നബിതങ്ങളെ പുകഴ്ത്താൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നബിയിലുണ്ട്. അത് അധികരിച്ച് വന്നതുകൊണ്ടാണ് സൃഷ്ടികളെല്ലാവരും നബി എന്ത് കാണുന്നറിയാൻ സ്തുതിക്കണം. ആ സ്തുതിക്കൽ അധികരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ അധികരിപ്പിക്കപ്പെടുക എന്നൊരു ശുഭലക്ഷണങ്ങളും അതിലുണ്ട്. വലുതാലിക്ക, അതുകൊണ്ട് കാര അബിലാൽ മഹ്മൂദ്, മഹ്മൂദ് എന്നീ പേരുള്ളതിനേക്കാൾ അബില മുഹമ്മദ് എന്നായി. വൈലാദാലിക്ക, ഈ പറഞ്ഞതിലേക്ക് എന്തെന്നറിയുമോ? യുഷീറു ഹസ്സാൻ, നല്ല ഗായകനായ ഹസ്സാൻ എന്ന നിമിതങ്ങൾ അംഗീകരിച്ച പാട്ടുകാരനാണ് മൂപ്പര്. അങ്ങനെ മൂപ്പര് പോലും എന്താണെന്നറിയാമോ? പാടിയിട്ടുണ്ട് പുകഴ്ത്തി.
വഹാദ മുഹമ്മദു. മുത്തനബി തങ്ങൾക്ക് പേര് നിന്ന് പിടിക്കപ്പെട്ട് നബിയെ പുകഴ്ത്തി വലിയതാക്കി കൊണ്ടുവരാൻ അല്ലാഹു തആല അർശുടേതായ അള്ളാഹുവിന്റെ നാമം മഹ്മൂദാണെങ്കിൽ നബിന്റെ പേര് മുഹമ്മദ് എന്നാണ് അസ്ഥാനം ഒരുപാടിയത്. അങ്ങനെയാണ് ഇത് ഹനബിയിലെ 93-ാം പേജിൽ കാണും ഇൻഷാ അല്ലാഹ്. ഇനി ഉർവ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണുന്നുണ്ട് അന്ന അബ്ദുൽ മുത്തലിബി ഇന്നമാ സമ്മാഹു മുഹമ്മദൻ. മുഹമ്മദ് എന്ന് അബ്ദുൽ മുത്തലിബ് നബിതങ്ങൾക്ക് പേരിട്ടത് മൂപ്പര് സ്വപ്നത്തിൽ കണ്ടു കുട്ടിക്ക് അങ്ങനെ പേരിടണം എന്ന്. അത് അള്ളാന്റെ ഭാഗത്തുള്ള സ്വപ്നമാണ്. ആ സ്വപ്നാടിസ്ഥാനത്തിലാണ് മൂപ്പര് പേരിട്ടത് എന്നും ഇൽഹാം മുഖാന്തരമാണ് എന്നും ഉണ്ട്. വെറുതെ അല്ലാത്തത്. ഹനബിയ 95 ഇത് കാണും.